ഇരുന്ന് വെള്ളം കുടിക്കാത്തവനെ മരുന്നില്ലാത്ത രോഗം നൽകി അള്ളാഹു ശിക്ഷിക്കുന്നതാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കൊപ്പി കൊണ്ടെടുത്ത് കൊളകൊളകൊളോന്ന് പറഞ്ഞിട്ട് കൊണ്ട് കുടിക്കും അല്ലേ? അതിന് പകരമായിട്ട് കുറേശ്ശെ എടുത്ത് വായിൽ പിടിച്ച് കുടിക്കുമ്പോൾ ആ വെള്ളം ഉമിനീരുമായി കലരും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കും. അപ്പോൾ കുറേ വെള്ളമൊന്നും നമ്മൾ കുടിക്കേണ്ടി വരില്ല. നമ്മൾ 4 ലിറ്റർ 5 ലിറ്ററൊക്കെ വെള്ളം കുടിച്ചെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കിഡ്നി കേടാവാനായിട്ട് കാരണമായി തീരും. അതുകൊണ്ട് നമുക്ക് ശുദ്ധമായ വെള്ളം, ഇപ്പോൾ ഞാനൊക്കെ കുടിക്കുന്നത് ഞങ്ങളുടെ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ്. എന്നും ഇത്രയും കാലമായിട്ടും കിണറ്റിലെ വെള്ളം തന്നെ കുടിച്ചിരുന്നത്. ഇതിനകത്ത് ഞാൻ ഒന്നും ഇടാറില്ല, ഒരു കെമിക്കലും ഇടാറില്ല. പക്ഷേ ഇന്നേ വരെ എനിക്കൊന്നും സംഭവിച്ചിട്ടുമില്ല. ഈ വെള്ളം ജീവനുള്ള വെള്ളമാണ്. ഇതിൽ ഒത്തിരി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളും പോഷകങ്ങളും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് തന്നെ ഒരു മരുന്നാണ്. അപ്പം അതുകൊണ്ട് വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക.